ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഗേൾസ് ഒളി സ്റ്റേക്കേഷന് വന്നേക്കാണ്. നമ്മൾ സ്റ്റേക്കേഷന് വന്നിരിക്കുന്നത് കുട്ടിക്കാനത്താണ്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 11 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു വില്ല, ഒരു പ്രൈവറ്റ് ഹോം സെറ്റപ്പാണൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കാണിച്ചു തരാം ആദ്യം. അപ്പോൾ ഞങ്ങൾ ഒരു 6 ഗേൾസ് ഉണ്ട്. നമ്മൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഒരു സ്റ്റേക്കേഷൻ പോകണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അതൊന്ന് നടന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടേക്ക് ഒന്ന് കാണിച്ചു തരാം. സോ എക്സൈറ്റഡ്. അപ്പോഴത്തെ ഇതാണ് നമ്മുടെ വീട്, നമ്മൾ എടുത്തിരിക്കുന്ന വീട്. നല്ല ക്ലൈമറ്റാണ്, നല്ല മഴയൊക്കെ ഉണ്ട്. ഇന്ന് ഭയങ്കര മഞ്ഞൊക്കെ ആയിരുന്നു. ഇങ്ങനെയാണ് എൻട്രൻസ്. വെൽക്കം ടു അവർ ഹോം ടൂർ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഇത് ലിവിങ് ഏരിയ. ഇവിടെ നിന്നൊരു സ്റ്റെപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഇത് ഇവിടെ കുറേ വ്ളോഗേഴ്സാണ്, എല്ലാവരും വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. ബാത്റൂം കൂടെ കാണിച്ചു തരാം. ദിസ് ഈസ് വാഷ്റൂം. ഓക്കെ, കം ഓൺ, നമുക്കിനി മേളിൽ പോവാം. ടെറസ്. നല്ല ഒരു ബെഡ് സ്പേസ് ഉണ്ട്. ഇത് കൊള്ളാം. Yes, this is good. ഇനി ഇതാണ് നമ്മുടെ ബാൽക്കണി. ബാൽക്കണി ഏരിയ അങ്ങോട്ട് കാണിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ വീട്. അപ്പൊ നമ്മള് ഇന്ന് നൈറ്റ്, നമുക്ക് 2 ഡേ ആൻഡ് 1 നൈറ്റ് ആണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് കുട്ടിക്കാനം, കുറച്ച് വ്യൂ പോയിന്റ്സും അതുപോലെ തന്നെ കുറച്ച് അമ്മച്ചിക്കൊട്ടാരം, ചാർലിക്കുളം, അങ്ങനെയുള്ള കുറച്ച് ഏരിയാസ് ഒക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ മാക്സിമം ഈ ഒരു വ്ലോഗിൽ കാണിക്കാൻ നോക്കാം. പിന്നെ നമ്മൾ ഫ്രണ്ട്സായിട്ട് എൻജോയ് ചെയ്യാൻ വന്നതുകൊണ്ട് ഞാൻ വ്ലോഗിൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്യത്തില്ല. എന്നാലും കുറച്ച് നാളായിട്ടുണ്ടല്ലോ ഞാൻ വ്ലോഗ് ഇട്ടിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു സ്റ്റേക്കേഷൻ, ഞങ്ങൾ അതും ഒരുപാട് നാള് വെയിറ്റ് ചെയ്തിരുന്ന ട്രിപ്പ് ആയതുകൊണ്ട് എന്തായാലും ഞാൻ വീഡിയോ എടുത്ത് മാക്സിമം ഇടുന്നതായിരിക്കും. അപ്പോൾ ബാക്കി വിശേഷം പിന്നെ. ഹായ് ഗായ്സ്, അപ്പോൾ ഞാനിപ്പോൾ റെഡിയായിട്ട് നമ്മളിപ്പോൾ പോകുന്നത് അമ്മച്ചി കൊട്ടാരത്തിലേക്കാണ്. അവിടെ എന്തോ സൈക്ലിങ്ങോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇപ്പോൾ വന്നതല്ലേ, അപ്പോൾ ഫസ്റ്റ് അങ്ങോട്ടേക്ക് പോകാമെന്ന്. എന്നിട്ട് അടുത്ത ദിവസം മറ്റേ എന്തോ ഒരു എസ്റ്റേറ്റോ അങ്ങനെ എന്തോ ഉണ്ട്, അവിടേക്ക് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ പോകുന്നത് അമ്മച്ചി കൊട്ടാരത്തിലേക്കാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഫുഡ് ഇങ്ങോട്ടേക്ക് ഓർഡർ ചെയ്തു. ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ അങ്ങനെ എന്തോ പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ഫുഡ് ഇങ്ങോട്ടേക്ക് ഓർഡർ ചെയ്തു. അപ്പോൾ ഓർഡർ ചെയ്തത് കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ബാക്കി ഞാൻ വഴിയെ കാണിക്കാം. എടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. ഞങ്ങൾ ഉച്ചയ്ക്ക് പാർബിക്ക് വരുന്നു പറഞ്ഞു. അത് പക്ഷേ കുറെ വെച്ചത്. അപ്പൊ ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചു. ഇതുവഴിയാണോ പോണ്ടേ? ഞാനിത് എനിക്കൊരു സാധനം എടുത്തു.
പേടിയാണ്. ആക്ച്വലി ഗൈസ് ഇവിടെ ഒന്നുമില്ലായിരുന്നു. ഈ ഒരു ഇതായിരുന്നു നമ്മുടെ ഈ ബാക്കിൽ കാണുന്ന ഇതാണ് അമ്മച്ചി കൊട്ടാരം. എനിക്ക് വയ്യ മന്ദബുദ്ധികളെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ. അമ്മച്ചി കൊട്ടാരം, അമ്മച്ചി 1, അമ്മച്ചി അത് കൊള്ളാം. അത് സ്റ്റോറി ഇടാം. സുന്ദരിയേവാ ചെമ്പകമേവാ ജീവതാളമീ പ്രണയിനി. ദിസ് ഈസ് ജാദു ഫ്രം സ്പേസ്. നമുക്ക് വഴി കാണിക്കാനായിട്ട് വന്നതാണ് ജാദു. വേണ്ട ഒരു കട ഇങ്ങനെ ചായ കുടിക്കാനായിട്ട് വന്നു. ഐശ്വര്യ യു ആർ റൈറ്റ്. അവിടെ കടയാ തോന്നുന്നു മോളിൽ. അപ്പം ഇനി നമ്മളെല്ലാവരും കുളിച്ച് റെഡി ആയിട്ട്, പിന്നെ നമുക്ക് ഗ്രില്ലിംഗ് ഉണ്ടോ ഇന്നില്ലല്ലോ? ഗ്രില്ലിംഗ് ഇല്ല, ചിലപ്പോൾ ക്യാമ്പ് ഫയർ കാണും. അപ്പോൾ അത് ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പം ഇനി എന്തെങ്കിലും കുളിച്ച് റെഡി ആയിട്ട് ബാക്കിയെടുക്കാം. പിന്നെ എഡിറ്റ് ചെയ്തിട്ട് ബാക്കി ക്യാമ്പ് ഫയർ. വേറെന്താ? പിന്നെ ഗ്രിൽ ചിക്കൻ. ഗ്രിൽഡ് ഉണ്ടോ? ഇല്ല. ആക്ച്വലി ഗ്രില്ലിംഗ് ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഉച്ചയ്ക്ക് കഴിച്ചത് തന്നെ ഇച്ചിരി ഓവർ ആയതുകൊണ്ട് ഗ്രില്ലിംഗ് ക്യാൻസൽ ചെയ്തു. അപ്പൊ ക്യാമ്പ് ഫയർ മാത്രമാക്കി. ഉച്ചക്കത്തെ ഒരുപാട് ഫുഡ് നമുക്ക് ബാലൻസ് ഉണ്ട്, അപ്പൊ അത് നമ്മൾ കഴിക്കും. പിന്നെ ഈ ഫോട്ടോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് അടുത്ത ദിവസങ്ങളിൽ എന്തിൽ വരും? ഇൻസ്റ്റയിൽ വരും. അപ്പൊ ഞങ്ങളെ രണ്ടുപേരെയും ഫോളോ ചെയ്യുക. ഇറ്റ്സ് മീ ഐശ്വര്യ ഐഷ് ആൻഡ് മിലൻ പയസ്. നമ്പർ അടിപൊളി വടിവഴകിൽ 1 നമ്പർ. എനിക്ക്
എനിക്ക് ഇച്ചിരി മതിയേ, ലൈക്ക് 1 piece. ഉണ്ടാക്കിയാൽ എല്ലാവരും വന്ന് കഴിക്കും. അത് ശരിയാ. അതുവരെ ആരും വേണ്ട എന്ന് പറയും. അപ്പൊ കുറച്ച് കൂടുതൽ. മാഗി ആയോ? ചീസി, സൂപ്പി, ടേസ്റ്റി, യമ്മി, ഡെലീഷ്യസ് മാഗി ബൈ അമൃതാസി. കൊണ്ടുപോയി നമ്മൾ 8 മണിയാകുമ്പോഴേക്കും ഇറങ്ങി വിടും. ഹായ് ഗായ്സ്, അപ്പൊ നമ്മളുടെ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് പോകുന്നത് എങ്ങോട്ടാ മെലു? ലാഡ്രോ എസ്റ്റേറ്റ്. അപ്പൊ ഇന്നലെ നമ്മളൊന്ന് പോകാൻ പ്ലാൻ ചെയ്ത് ഇറങ്ങിയിരുന്നു, പക്ഷെ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് അപ്പൊ പോകാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ പോവാണ്. അപ്പോ അമൃത റെഡിയാവുന്നു, അവിടെ മെലു റെഡിയായി, അപ്പൊ ഞാനും റെഡിയായി. എന്റെ ഔട്ട്ഫിറ്റ് കാണിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു ജീൻസ് ഡെനിം സ്കേർട്ട്, ഈ ഒരു ടാങ്ക് ടോപ്പുമാണ് ഇട്ടേക്കുന്നത്. സോ ഐ ലുക്സ് ഗുഡ്. പിന്നെ എന്റെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ലൈൻ മാത്രം ഇട്ടിട്ടുണ്ട്, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഓർണമെന്റ്സ്, ഈ ഒരു ഗോൾഡ് ഇയറിങ്സ്, ഈ ഒരു ബ്രേസ്ലെറ്റ് ആൻഡ് ഒരു ലൂസ് ചെയിൻ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നിലു വിളിക്കുന്നു, ഞങ്ങൾക്ക് ഒട്ടും സമയമില്ല. അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് ബാക്കിയുള്ളത് കാണിക്കാം. ബൈ.
അപ്പോൾ നമ്മളിപ്പോൾ ലാൻഡ്രോ എസ്റ്റേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ പൊന്നെ എന്ത് അടിപൊളി സ്ഥലമാണെന്നോ. നിങ്ങളെപ്പോഴെങ്കിലും കുട്ടിക്കാനം വിസിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും വരണം. ഇത്ര കാം ക്വയറ്റ്, ഭയങ്കര സമാധാനം ഇവിടെ വരുമ്പോൾ. ഒരു എനിക്കെന്താ പറയണ്ടേന്ന് അറിയത്തില്ല. നല്ലൊരു സ്ഥലം. രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു വ്യൂവുമാണ്. നല്ല ഓൾറെഡി കുട്ടിക്കാനത്ത് നല്ല തണുപ്പാണല്ലോ. അപ്പോൾ ആ ഒരു ചെറിയ തണുപ്പും വെള്ളവും ഇവിടെ ഫുള്ള് തേയിലത്തോട്ടവും ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനമാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ പ്രശ്നങ്ങളും കൂടി മറന്നുപോകും. അത്ര അടിപൊളി സ്ഥലമാണ്. ഭയങ്കര ഒരു കാം ക്വയറ്റ് പീസ്ഫുൾ സ്ഥലം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവിടെയാണ് ഈ ചാർലി ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ആ കുളം, ആ കാണുന്നതാണ് ആ മരം. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പക്ഷേ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്കിവിടെ നിന്നിങ്ങനെ അതൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുമ്പോഴാണല്ലോ ഒരു സമാധാനം. അതുകൊണ്ട് ഞാൻ ഈ ട്രിപ്പിൽ കൂടുതലും വീഡിയോസും ഫോട്ടോസും ഒന്നും എടുത്തിട്ടില്ല. എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ അങ്ങോട്ട് എൻജോയ് ചെയ്യാനായിരുന്നു ഇത്തവണ താല്പര്യം. സാധാരണ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ആ വീഡിയോ എങ്ങനെ ബെറ്റർ ആക്കാം എന്നാണ് ഞാൻ എപ്പോഴും നോക്കാറുള്ളത്. പക്ഷേ ഇത്തവണ ഞാൻ വീഡിയോസിൽ കോൺസെൻട്രേറ്റ് ചെയ്തില്ല. എനിക്ക് കുറച്ച് പീസ്ഫുൾ സമാധാനം, ആ ഒരു വൈബായിരുന്നു വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം വീഡിയോസ് എടുത്തിട്ടില്ല. പക്ഷേ എന്നാലും ഞാൻ ഈ ഒരു സ്ഥലം മാക്സിമം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ സൈഡിൽ മുകളിലേക്ക് കാണുന്നതാണ് എന്തോ മുട്ടക്കുന്ന്, അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. പക്ഷേ ഭയങ്കര രസമാണ് ഇവിടെ. ഈ പൂക്കളൊക്കെ വീണ് കിടക്കുന്നതൊക്കെ കാണാനൊക്കെ ഭയങ്കര രസമാണ്. ഒരു നല്ല ഡേ ആയിരുന്നു. ഇന്ന് രാവിലെ വന്ന്, ഇന്ന് സൺഡേ ആണ്, നമ്മളൊരു 7 മണിയായപ്പോഴത്തേക്കും ഇവിടെ എത്തി. ഒരു 5:30 ആയപ്പോഴത്തേക്കും നമ്മൾ എണീറ്റു. ഒരു 7 ആയപ്പോഴത്തേക്കും ഇവിടെ എത്തി. ട്രസ്റ്റ് മീ ഗൈസ്, അടിപൊളി സ്ഥലം. കുട്ടിക്കാനം വന്നാൽ ഇതാണ് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ടത്. എവിടെ പോയില്ലെങ്കിലും ഇവിടെ വരിക. അപ്പോൾ നമ്മളിപ്പോൾ കാറ്റാടി എന്ന് പറയുന്ന ഹോം സ്റ്റേ വില്ല, അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ആദ്യമേ ഞങ്ങളിത് നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തി. എങ്ങനെയുണ്ട് സ്റ്റേ? ഭയങ്കര ബ്യൂട്ടിഫുൾ. ഈ ലൊക്കേഷൻ എങ്ങനെയുണ്ട്? നൈസ്, പീസ്ഫുൾ. ഞങ്ങൾ ആക്ച്വലി ഇൻഫോ പാർക്കിൽ ഇങ്ങനെ ഞങ്ങൾ ഇരിക്കുന്നു, ഇങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു, മൂന്നാർ വേണോ, ഊട്ടി വേണോ, കൊടൈക്കനാൽ വേണോ, ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഒക്കെ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് മിലന്റെ ഒരു ഫ്രണ്ടാണ് നമുക്കിത് സജസ്റ്റ് ചെയ്ത് ഇത് സെറ്റാക്കിയത്. പക്ഷേ ക്രിസ്റ്റീൻ, താങ്ക്സ് ടു ക്രിസ്റ്റീൻ ആണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷനും എല്ലാം നോക്കിയത്. ക്രിസ്റ്റീൻ്റെ നമ്പർ ഞങ്ങൾ താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ഇവിടെ ഒരു കുട്ടിക്കാനം 1 day 2 day സ്റ്റേ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ക്രിസ്റ്റീൻ. പിന്നെന്താ, എനിത്തിങ് എൽസ് ടു സേ? പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിലൊരു 1 time എങ്കിലും അതെ, കുട്ടിക്കാനം മസ്റ്റ് വിസിറ്റ് ആണ്. വാഗമണ് നിങ്ങൾ പോവണ്ട, വാഗമണിനേക്കാളും നല്ലത് കുട്ടിക്കാനമാണ്. ഭയങ്കര പീസ്. ഞങ്ങൾക്ക് എന്തായിരുന്നു വേണ്ടത് അത് ഞങ്ങൾക്ക് കിട്ടി. അതെ, എല്ലാ ദിവസവും ഇങ്ങനെ വേണമെന്ന് ഞാൻ വിഷ് ചെയ്യുന്നിപ്പോ. അപ്പൊ ഇതാണ് നമ്മുടെ കോട്ടേജ്. അപ്പൊ ഇന്ന് നമ്മൾ
സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ്. അപ്പൊ ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചാ വെറുതെ. ഇതാണ് കോട്ടേജിന്റെ അവിടെ നിന്നുള്ള വ്യൂ. ലൈഫിൽ വൺസ് ഇങ്ങനെയുള്ളതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ വലിയൊരു നഷ്ടമാണ് അത്. അപ്പോൾ ഇനി ഇവിടെ കിടന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ ക്ഷീണം മാറി കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് നമ്മൾ വീണ്ടും അവർ വന്നിട്ടില്ല അപ്പോൾ അവരെ ഒന്ന് പിക്ക് ചെയ്ത് വേറെ കുറച്ച് സ്പോട്ട് കണ്ട് തിരിച്ചിവിടെ വന്ന് നമ്മുടെ ലഗേജൊക്കെ എടുത്തിട്ട് നമ്മൾ വൈകിട്ടാണ് ചെക്കൗട്ട്. ആക്ച്വലി എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല, അപ്പോൾ പോകുന്ന വഴിക്ക് എത്രയും വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നമ്മൾ ഇനിയും കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു 1 or 2 hours റെസ്റ്റ് എടുത്ത് നമ്മളൊന്ന് ഉറങ്ങണം. കാരണം ഇന്നലെ വൈകിട്ട് നമുക്ക് ഉറക്കം അത്ര ശരിയായില്ല. അപ്പോൾ ഇന്നൊരു 2 hours കിടന്നുറങ്ങി പ്രദാസി അപ്പോൾ ഒരു 2 hours കിടന്നുറങ്ങി എണീറ്റ് നേരെ അവിടെ ചെന്ന് അവരെയും പിക്ക് ചെയ്ത് നമ്മളിവിടെ പോകുന്നത് അമ്മച്ചി കൊട്ടാരത്തിന് അല്ലല്ലോ, ആഷ്ലി ബംഗ്ലാവ്. അപ്പോൾ അവിടെയും പോയി പിന്നെ ലഞ്ച് കഴിക്കണം. ലഞ്ചൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് കുറച്ച് തണുപ്പൊക്കെ കൊണ്ട് കുറച്ചുകൂടി ഒന്ന് ചില്ലായതിന് ശേഷം നമ്മൾ ഇന്ന് വൈകിട്ട് നമ്മൾ ചെക്കൗട്ട് ചെയ്യും. ആക്ച്വലി ഇന്നലെ രാത്രി നമ്മൾ അവിടെ, ഇന്ന് മോർണിംഗ് മുതൽ ഇവിടെ ഒരു ഡേ മാത്രമേ ഉള്ളൂ നമ്മൾ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? ഫസ്റ്റ് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇതാണ് കുറച്ച് ഇത് കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഇതാണ് രണ്ടും എസ്തെറ്റിക് ആണ്. പക്ഷെ അത് വേറെ ടൈപ്പ് എസ്തെറ്റിക്, ഇത് വേറെ അത് ഇന്നലെ നൈറ്റ് ആയിരുന്നു രസം. മറ്റൊരു പ്രേത വീടൊക്കെ ഒരു ഹൊറർ മൂഡായിരുന്നു ഇന്നലെ. അത് ഒരു ഇൻഗോസ്റ്റ് ഹൗസ് മൂഡായിരുന്നു അത്. കാരണം അതൊരു വീടാണല്ലോ, ഒരു പ്രൈവറ്റ് വില്ല, ഒരു വീടാണ്. ഇതെന്ന് പറയുമ്പോൾ അപ്പുറത്തൊക്കെ കോട്ടേജിലും ആൾക്കാരുണ്ട്. അപ്പൊ ഇതിന് ആ ഒരു ഹൊറർ മൂഡില്ല, ഇതൊരു മോഡേൺ എസ്തെറ്റിക് ഐറ്റം ആയിരുന്നു. അതെന്ന് പറയുമ്പോൾ പക്ക ഒരു ട്രഡീഷണൽ ബ്രിട്ടീഷ് ടച്ചുള്ള ഒരു വില്ല അങ്ങനെയായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ എന്തായാലും വൈകുന്നേരത്തേക്ക് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യുന്നു, ബാക്ക് ടു കൊച്ചി. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഷോർട്സ് ഒക്കെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്തേക്കാം. അപ്പോൾ കൺക്ലൂഷൻ പിന്നെ പറയാം, കാരണം ഇനി ഇടയ്ക്കൊക്കെ എത്രയും ക്ലിപ്പ് എനിക്ക് കയറ്റാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ബാക്കി ക്ലിപ്സൊക്കെ ഞാൻ ആഡ് ചെയ്യാം. വീഡിയോ എന്തായാലും എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണണം. പിന്നെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പോൾ ഇനി ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങട്ടെ. അപ്പൊ നമ്മളിപ്പോ സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നത് കാറ്റാടി എന്ന് പറയുന്ന റിസോർട്ടിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ടൂർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ കുറേ നല്ല സ്പോട്ടാണല്ലോ. അപ്പൊ ഇത് എങ്ങനെയാ ഇവിടെ വരെ വന്നിട്ട് ഇത് എങ്ങനെയാ കാണിക്കാതെ പോകുന്നത്? അപ്പൊ ഇതൊന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ഇവിടുത്തെ മെയിൻ എൻട്രൻസ്. അപ്പോൾ ഇവിടുന്ന് ഒരു ബാൽക്കണി വ്യൂ ആണുള്ളത്. ഫസ്റ്റ് നമുക്ക് റൂം കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾക്ക് അങ്ങോട്ടേക്ക് നോക്കിയാൽ നല്ലൊരു ബാൽക്കണി വ്യൂ ഒക്കെ ആയിട്ട് നല്ല എൻജോയ് ചെയ്ത് നടക്കാം. കപ്പിൾസ് ആയിട്ട് വരേണ്ടവർക്ക് കപ്പിൾസ് ആയിട്ട് വരാം, അതല്ല ഫാമിലി ആയിട്ട് വരേണ്ടവർക്കാണെങ്കിൽ ഇവിടെയും അവിടെയും 2 റൂംസ് ഉണ്ട്. അതുപോലെ തന്നെ കോട്ടേജ് സെപ്പറേറ്റ് വില്ല ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നോക്കിയാൽ നമുക്ക് നല്ലൊരു വ്യൂ ആ കാണുന്നത്. എങ്ങോട്ട് നോക്കിയാലും ഒരു ഗ്രീനറി, മഞ്ഞ്, മല, കുന്ന്, ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. തെന്നി വീഴല്. അപ്പൊ ഇതാണ് ബാൽക്കണി വ്യൂ. നല്ല മഴയുള്ള സമയത്താണ് വരുന്നുണ്ടെങ്കിൽ അവിടുന്ന്
വെള്ളമൊക്കെ ഇങ്ങനെ വാട്ടർഫോൾസ് ആയിട്ട് വരുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ വീണ്ടും കോട ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റ് അവിടെ. പിന്നെ ഇതിൻ്റെ പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് ട്രീസും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് നടക്കാനും പിള്ളേർക്കൊക്കെ വന്നാൽ അവിടെ കളിക്കാനായിട്ട് ഊഞ്ഞാലൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഒരു ഫാമിലി കൈൻഡ് ഓഫ് സെറ്റപ്പിലൊക്കെയാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നമ്പർ എടുത്തിട്ട് ക്രിസ്റ്റീൻ എന്ന് പറയുന്ന ആളാണ് ഇത് ഓൺ ചെയ്യുന്നത്. അപ്പോൾ ആളെ വിളിച്ചാൽ മതി. അപ്പോൾ ആളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് CSC ചർച്ച്. ഇവിടെയാണ് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളെ അടക്കിയിരിക്കുന്നത്. പിന്നെ ആളുടെ കുതിര. അപ്പോൾ അതാണ് ഇവിടുത്തെ മെയിൻ. പിന്നെ അത് കാണിച്ചു തരാം. അഞ്ജന അട്ടേ പേടിയുണ്ടോ? വേണ്ട, എനിക്ക് വേണ്ട. അതെന്താന്നറിയോ, പോയിട്ട് ഉപ്പിട്, സാനിറ്റൈസർ അടിക്കില്ല, അതിന്റെ എന്തെങ്കിലും പല്ലോ ഇതോ ഇല്ല. എടി തോണ്ടുന്നു നോക്കിയേ. ഏത് മറ്റേ തനിഷിന്റെ സിനിമയ്ക്കകത്ത് എന്റെ തലയിൽ കുത്തിയിട്ടുണ്ട് കോഴി. ഹലോ, ഹലോ, ചുട്ടുമണി ഇവിടെ നിന്നേടി, ഒന്ന് മാനത്തെ പോന്നി. ഇല്ല, കുഞ്ഞാട് ചക്കരി കുഞ്ഞാട്. എടി ഫോൺ കുഞ്ഞു തല. ഒറ്റ വലിക്ക് കുടിച്ചോണം. നിങ്ങൾ കുടിക്കുന്ന പോലത്തെ വൈനല്ല, മധുരമില്ല. ഓർത്തോണം. അല്ല, ഈ വൈൻ എന്ത് വൈനായിരുന്നു? ഗോതമ്പ്. തൊമ്മി ഒന്നുകൂടെ വേണം. തൊമ്മി അതാ പറഞ്ഞു തലേ കയറും.
സോ ഗുഡ് സോ ഗുഡ്. Yeah, so good. വൈൻ എങ്ങനെയുണ്ടായിരുന്നു? Super. അഞ്ജുനെ കാണിച്ചു കൊടുത്തേ മുഖമൊക്കെ അഞ്ചിന് വൈൻ കുടിച്ചിട്ട് മുഖം വരെ ചുമന്നു. ഞാൻ കുടിക്കാം. വരും പോകും. പക്ഷെ നിങ്ങളെ എനിക്ക് ഭയങ്കര കേട്ടോ, നിങ്ങളുടെ ഈ ആടിനെയൊക്കെ എടുത്തത് കാണുമ്പോഴേ അങ്ങനെ ഒരു ഇതേ വർഷങ്ങളായി അങ്ങനെ ഒരു ഇത് കണ്ടിട്ട് ഞാൻ വർഷങ്ങളായി. ഇങ്ങനെ ആൾക്കാരുണ്ട് കേട്ടോ. തന്നെ എന്റെ പ്രൊമോഷൻ ആയത് കേട്ടോ. എന്റെ പ്രൊമോഷൻ മീൻസ് ഹോം സ്റ്റേയുടെ പ്രൊമോഷൻ ഇതാ. ഞാൻ സൈറ്റിൽ എങ്ങും ഇല്ല. ഫേസ് ടു ഫേസ് ഉള്ള മൗത്ത് ടു റെഫറൻസ് ആ ഒരു ഇതിലായി ഓടിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോ അതിനെ ഓക്കെ ആണെന്ന് വിളിച്ചൊക്കെ ചോദിക്കും. എടി എന്റെ ആ ഹെഡ്സെറ്റ് എടുത്ത് കൈ പിടിച്ചോ. അമ്മയോട് സംസാരിച്ചപ്പോ പറഞ്ഞിരുന്നു. ഓക്കെ ബൈ. Okay, ഇനിയും കാണാം. thank you. ഓക്കെ ബൈ.